എന്നോ ഉണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? അപ്പോളാ ഓർത്തെ ദുഃഖവെള്ളിയാഴ്ചയൊക്കെ അല്ലയോ, കഞ്ഞി കുടിക്കാൻ നേരം നാരങ്ങാച്ചാറ് വേണ്ടായോന്ന്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ? അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 1/2 കിലോ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. നാരങ്ങ നല്ലവണ്ണം ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 4ആയിട്ട് കട്ട് ചെയ്ത് കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഒരു 2 ദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഇന്ന് 2 ദിവസം കഴിഞ്ഞപ്പം ഒരു ടേബിൾ സ്പൂൺ കടുക് എടുത്ത് നല്ലവണ്ണം ഒന്ന് ചതച്ച്, അത് പൗഡർ ആക്കിയില്ല, ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ നാരങ്ങയിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ പല പ്രാവശ്യം അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അച്ചാറുകളൊക്കെ നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. പക്ഷേ എനിക്കിവിടെ നല്ലെണ്ണയില്ല, അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലിലാണ് ഉണ്ടാക്കുന്നത്. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. ഇത് നല്ലവണ്ണം എണ്ണയിൽ കിടന്നൊന്ന് വഴണ്ട് വരുന്ന ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഈ പച്ചമുളകിന് അത്ര എരിയൊന്നുമില്ല കേട്ടോ, കാരണം ഇവിടുത്തെ പച്ചമുളകല്ലേ, വലിയ എരിയൊന്നുമില്ല. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് ചെറുതായിട്ട് കുറച്ച് വെക്കണേ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോയാലോ. ഒത്തിരി അങ്ങ് ബ്രൗൺ ആയിട്ട് ആകേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഒരു വഴണ്ട് വരുന്ന പരുവം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമാങ്ങ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു, പച്ചമാങ്ങായും അച്ചാറിടായിരുന്നു, പക്ഷെ അതില്ലല്ലോ. എനിവേ, നമ്മുടെ ഇതൊക്കെ ഒന്ന് റെഡിയായി വരുന്ന ഈ സമയം കൊണ്ട് ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഈ സമയം ഞാൻ എൻ്റെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, കാരണം ചട്ടിക്ക് നല്ല ചൂടുണ്ടല്ലോ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങയുടെ പീസുകൾ ഇട്ട് കൊടുക്കാം. ഓൾറെഡി 2 ദിവസമൊക്കെ ഇരുന്ന നാരങ്ങ ആയതുകൊണ്ട് നല്ലവണ്ണം അതിൻ്റെ തോടൊക്കെ നല്ലവണ്ണം ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. നല്ലവണ്ണം ഇളക്കി ഈ തോടുകളിലേക്കൊക്കെ ഈ അരപ്പൊന്ന് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഡേറ്റ്സ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് നാരങ്ങ അച്ചാറിൻ്റെ കൂടെ, പക്ഷേ അതില്ല. അതുകൊണ്ട് ഞാനിവിടെ അതിന് പകരമായിട്ട് 1 ടേബിൾ സ്പൂൺ ഷുഗറാണ് ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഈ സമയം എൻ്റെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഞാൻ ഓൾറെഡി ഓൺ ചെയ്തിട്ടുണ്ട്. ഒന്ന് 5 മിനിറ്റ് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയൂടെ ചേർക്കുക. ചേർത്ത് കഴിഞ്ഞ ശേഷം വീണ്ടും ഒന്നുകൂടെ നല്ലവണ്ണം ഇളക്കുക. ഒരു 1-2 മിനിറ്റ് കൂടെ ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റി നല്ലവണ്ണം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ നാരങ്ങ അച്ചാർ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പം വെള്ളിയാഴ്ച എല്ലാവരും പള്ളിയിലൊക്കെ പോവുകയാണെങ്കിൽ പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞതിന് ശേഷം നല്ലവണ്ണം കഞ്ഞിയൊക്കെ ഉണ്ടാക്കി ഈ അടിപൊളി ടേസ്റ്റുള്ള നാരങ്ങ അച്ചാറും മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങാച്ചാറും ഒക്കെ ഇട്ട്, അപ്പോൾ കൂട്ടത്തിൽ പയറുതോരൻ ഉണ്ടാക്കാൻ മറക്കല്ല് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ പപ്പടമൊക്കെ കാച്ചി നല്ല അടിപൊളിയായിട്ട് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.